ഈ ഗൾഫ് രാജ്യങ്ങളുടെ റോൾ എന്താണ്? ഇത് വലിയൊരു പഠന വിഷയമാണ്. കാഴ്ചക്കാരൻ്റെ റോളാണോ, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ റോളാണോ, അതോ ഈ സംഘർഷത്തിനിടയിൽ പെട്ടുപോയ നിസ്സഹായനായ വഴിയാത്രക്കാരൻ്റെ റോളാണോ? അറബിയുടെ ബുദ്ധി, പ്രത്യേകിച്ച് GCC മേഖലയിലെ അറബി രാജ്യങ്ങളുടെ ബുദ്ധി പ്രവർത്തിച്ചത് താൽക്കാലിക ലാഭത്തിനുമാണ്. ആത്യന്തികമായി ഒരു സംഘർഷമുണ്ടായാൽ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകും. അത് തങ്ങളുടെ രാജ്യത്തിനുള്ളിലാണ് ഈ താവളങ്ങൾ. വൻതോതിൽ എണ്ണപ്പാടങ്ങൾ തകർന്നു കഴിഞ്ഞാൽ അമേരിക്കയോട് ഗൾഫ് രാജ്യങ്ങൾക്ക് പറയേണ്ടി വരില്ലേ, ഇനി മതി, ഇനി നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ സഹായിക്കാൻ നോക്കി, സഹായിക്കാൻ വന്ന് ഉപദ്രവിക്കരുതേ. യുദ്ധം 1 മാസം പിന്നിട്ടു. പ്രഹരം ഏറ്റുവാങ്ങുന്നതല്ലാതെ യുദ്ധം നിർത്താൻ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയോ ഇറാനെതിരെ അമേരിക്കയ്ക്കൊപ്പം കൂട്ടുകൂടുകയോ ചെയ്തിട്ടില്ല ഗൾഫ് രാജ്യങ്ങൾ ഇതുവരെ. ഇറാന്റെ അടി മുഴുവൻ വാങ്ങിക്കൂട്ടി എത്ര നാൾ ഈ അറബ് രാജ്യങ്ങൾ മുന്നോട്ടു പോകും? ശരിക്കും എന്താണ് ഈ അറബ് രാജ്യങ്ങളുടെ മനസ്സിലിരിപ്പ്? ഈ ഗൾഫ് രാജ്യങ്ങളുടെ റോൾ എന്താണ്? ഇത് വലിയൊരു പഠന വിഷയമാണ്. കാഴ്ചക്കാരൻ്റെ റോളാണോ, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ റോളാണോ, അതോ ഈ സംഘർഷത്തിനിടയിൽ പെട്ടുപോയ നിസ്സഹായനായ വഴിയാത്രക്കാരൻ്റെ റോളാണോ? ഇതൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങൾ വളരെ മുൻപ് തന്നെ എടുത്ത ഏറ്റവും സുരക്ഷിതമായ ഒരു നിലപാടുണ്ട്. തങ്ങളുടെ എണ്ണ, തങ്ങളുടെ ഭൂമിയുടെ അടിയിൽ എണ്ണയുണ്ട് എന്ന് അറബിക്കറിയില്ലായിരുന്നല്ലോ. വിദേശികളാണ്, പ്രത്യേകിച്ച് യൂറോപ്യൻസ്, അമേരിക്കൻസ്, അവരാണ് ഗൾഫിൽ എണ്ണ കണ്ടെത്തുന്നത്. ആ എണ്ണ കണ്ടെത്തുന്നത് കുഴിച്ചെടുക്കാൻ ടെക്നോളജി ആവശ്യമുണ്ട്. അത് അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വരണം. അതുമാത്രമല്ല, ഇത് വിൽക്കണം പുറം ലോകത്ത്. അതിന് സൗഹൃദപരമായ നിലപാടുകൾ ഉണ്ടാകണം. ടെക്നോളജി, ലോജിസ്റ്റിക്സ് ആൻഡ് ഗുഡ്വിൽ, ഇതെല്ലാം സമ്മേളിക്കുന്നിടത്താണ് ആയുധങ്ങളുടെ ഒരു വിന്യാസം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സമ്പത്ത് കാത്തു സൂക്ഷിക്കണം. കാൽപ്പനികമായ ചില എനിമീസ് ഉണ്ട്. ആദ്യകാലത്ത് സൗദി അറേബ്യയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നത് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് അറ്റാക്ക് ഉണ്ടാകും. അമേരിക്കയോടൊപ്പം നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. പക്ഷേ ഇസ്രായേൽ എന്ന ഉമ്മാക്കിയെ കാട്ടി പേടിപ്പിച്ചു. യുദ്ധവും ചെയ്തു, പല യുദ്ധങ്ങൾ ചെയ്തല്ലോ. 1948-ലും 1956-ലും 1967-ലും, അവസാന യുദ്ധം 1973-ലും യുദ്ധം ചെയ്തു. അപ്പോൾ സൗദി അറേബ്യ പങ്കാളിയായി. UAE ഒന്നും കാര്യമായ പങ്കാളിയായിട്ടില്ല. പക്ഷേ സൗദി പങ്കാളിയായിരുന്നു. ഈജിപ്തും ഒക്കെ പങ്കാളികളല്ലേ, സിറിയ ഒക്കെ തന്നെ, ജോർദാൻ, ലെബനൻ ഒക്കെ പങ്കാളികളായ യുദ്ധമല്ലേ. 7 അറബ് രാജ്യങ്ങളാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തത്. ഇറാൻ അന്ന് ഇസ്രായേലിന് വേണ്ടി ഗുഡ്വില്ലോടുകൂടി പ്രവർത്തിക്കുകയായിരുന്നു. ഇസ്രായേലിനെതിരായിരുന്നില്ല ഇറാൻ എന്ന് ഓർക്കണം. ഇതൊക്കെ അറബ് രാജ്യങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇറാൻ ആത്യന്തികമായി അന്ന് ഇസ്രായേലിനോടൊപ്പം ആയിരിക്കുമെന്ന ധ്വനിയാണ്. ഒരു അമേരിക്കൻ സ്വാധീന മേഖല കൂടിയായിരുന്നു അന്ന് ഇറാൻ ഷായുടെ കാലമാണ്. 50-കൾ അവസാനം ഷാ വരുന്നു. 60-കൾ 70-കൾ 79 വരെ ഇറാൻ ഷാ, അമേരിക്കൻ അനുകൂലമായ ഒരു ഭരണകൂടം. അത്ര സുഖത്തിലല്ലായിരുന്നു ഗൾഫ് രാജ്യങ്ങളുമായി. വലിയ നേരിട്ടുള്ള യുദ്ധങ്ങളൊന്നുമില്ല, പക്ഷേ അത്ര സുഖമല്ല. സംശയത്തോടെ കണ്ടു. ഇസ്രായേലിനെ സംശയത്തോടെ കണ്ടതുപോലെ ഗൾഫ് രാജ്യങ്ങൾ ഇറാനെയും സംശയത്തോടെ കണ്ടു. അതാണ് അമേരിക്കയുടെ വിജയം. അങ്ങനെ ഒരു ഭയാശങ്കകളിലൂടെ ഗൾഫ് രാജ്യങ്ങളിൽ സൈനിക താവളം ഉറപ്പിക്കാൻ അമേരിക്കയ്ക്ക് നിഷ്പ്രയാസം കഴിഞ്ഞു. പക്ഷേ അറബിയുടെ ബുദ്ധി, പ്രത്യേകിച്ച് GCC മേഖലയിലെ അറബി രാജ്യങ്ങളുടെ ബുദ്ധി പ്രവർത്തിച്ചത് താൽക്കാലിക ലാഭത്തിനുമാണ്. ആത്യന്തികമായി ഒരു സംഘർഷമുണ്ടായാൽ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകും. അത് തങ്ങളുടെ രാജ്യത്തിനുള്ളിലാണ് ഈ താവളങ്ങൾ. അമേരിക്കൻ താവളങ്ങൾ കൊടുക്കുന്നു, അനുവദിക്കുന്നു. തങ്ങൾ അനുവദിച്ചുകൊണ്ടാണല്ലോ. അമേരിക്ക ബലം പ്രയോഗിച്ച് കയറി വന്നതല്ലല്ലോ. പക്ഷേ ഒരുതരം ബുള്ളിയിങ് ആണ്. ബലം പ്രയോഗിക്കേണ്ട, പക്ഷേ ആ രീതിയിൽ ഒരു അവസ്ഥയിൽ എത്തിച്ചു നിർത്തിയാൽ അമേരിക്കൻ താവളങ്ങൾ കൊടുക്കുക എന്നതല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ പെട്ടുപോയി. അതിന് ഇപ്പോഴാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്നത്. ഇറാൻ ആദ്യം തന്നെ ഒരു നിലപാടെടുത്തു. എടുത്ത നിലപാട് എന്താണ്? തങ്ങളെ ആക്രമിച്ചാൽ അത് മേഖലാ യുദ്ധമായി മാറും. ഇസ്രയേലും അമേരിക്കയും ചേർന്നാണല്ലോ ആക്രമിച്ചത്. പക്ഷേ അമേരിക്കയെ നേരിട്ട് അമേരിക്കയുടെ മണ്ണിൽ ചെന്ന് ആക്രമിക്കാനാവില്ലാത്തത് കൊണ്ട് അമേരിക്കൻ സേനാ താവളങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ, ഗൾഫ് മേഖലയിൽ എവിടെയെല്ലാം ഉണ്ടോ, ഈ രാജ്യങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കും. ആദ്യം താവളങ്ങളെ ആക്രമിക്കും, അതിനുശേഷം മറ്റ് സോഫ്റ്റ് ടാർഗറ്റ്സ് ആക്രമിക്കും. ഇത് സ്വാഭാവികമല്ലേ. മറ്റ് ടാർഗറ്റ് ആക്രമിക്കുമെന്ന് ഇറാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷേ ആക്രമിക്കപ്പെട്ടു എന്നത് സത്യമാണ്. അപ്പം അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ ചോദിച്ചു വാങ്ങിയ ഒരു വിനാശമല്ലേ. ഇറാനുമായി സൗഹൃദത്തിൽ പോയാൽ
ഇറാൻ ഒരു രീതിയിലും ഒരു ടെറിറ്റോറിയൽ എക്സ്പാൻഷന് ശ്രമിക്കില്ല. ആകെയുള്ള തർക്കം UAE-യുമായി ഇറാന് തർക്കമുണ്ട്. ചില ദ്വീപുകളുടെ നിയന്ത്രണപരമായി, അത് ഈ പേർഷ്യൻ ഗൾഫിലുള്ള ചില നൂറുകണക്കിന് ചെറുതും വലുതുമായ ദ്വീപുകളാണ്. ആ ദ്വീപുകളിൽ ചിലതൊക്കെ തർക്ക ദ്വീപുകളാണ്, UAE-യുടേതാണെന്ന് UAE പറയുകയും അത് ഇറാൻ ക്ലെയിം ഉന്നയിക്കുകയും ചെയ്ത ദ്വീപുകളുണ്ട്. തിരിച്ചും അതുപോലെ ഒമാൻ്റെ കൈവശമുള്ള ദ്വീപുകളിൽ ഇറാന് ചില ക്ലെയിംസ് ഉണ്ട്. ഖത്തറിൻ്റെ എണ്ണപ്പാടത്തിൻ്റെ ഒരു പങ്ക് അല്ലേ, സൗത്ത് പാഴ്സ്, അതിൻ്റെ വടക്കൻ ഭാഗം, അത് ഇറാൻ്റെ മണ്ണിലാണ്, ഇറാൻ്റെ കടലിലാണ്. അപ്പോൾ അതിൻ്റെ മേലുള്ള വാതകം അല്ലെങ്കിൽ എണ്ണ ഊറ്റിയെടുക്കുന്നതിൽ വരുന്ന ചെറിയ തർക്കങ്ങൾ, അപ്പോൾ തർക്കമായി വരുന്നില്ല എങ്കിലും ഇറാൻ അവിടെ ഒരു വിഷയമാണ്, ഫാക്ടറാണ്. ഇതെല്ലാം അമേരിക്ക എന്ന വെളിയെട്ടനെ കാട്ടിക്കൊണ്ട് സമീകരിച്ചെടുക്കുക, ഇതായിരുന്നു ഗൾഫ് രാജ്യങ്ങളുടെ എളുപ്പവഴി. ഒരിക്കൽ പോലും ഗൾഫ് രാജ്യങ്ങൾ ആത്യന്തികമായി ഇങ്ങനൊരു സാധ്യത ഉണ്ടായെങ്കിൽ പോലും ആത്യന്തികമായി ഇറാൻ അവരുടെ മേൽ മിസൈൽ വർഷം, ഡ്രോൺ വർഷം നടത്തുമെന്നും നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ആത്യന്തികമായി കോട്ടമുണ്ടാകുമെന്നും കരുതിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ രഹസ്യമായി ഗൾഫ് രാജ്യങ്ങൾ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, പരസ്യമായി അവർ പറയില്ല. ഏതാനും വർഷമെടുക്കും പൂർവ്വസ്ഥിതിയിലാകാൻ. അതുകൊണ്ട് ഒരുപക്ഷെ വർക്ക് ഫോഴ്സിനെ ചെറിയ തോതിൽ പ്രൂൺ ചെയ്യാൻ, ചെറിയ തോതിൽ, ആരും ഭയചകിതരാകേണ്ട കാര്യമില്ല. വൻതോതിൽ റിട്രെഞ്ച്മെൻറ്റ് ഒരുപക്ഷെ ഉണ്ടാവില്ല. ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയ ഇൻഫ്രാസ്ട്രക്ചർ പുനഃസൃഷ്ടിക്കാൻ കൂടുതൽ വർക്ക് ഫോഴ്സ് അവിടെ വേണ്ടിയും വന്നേക്കാം. പക്ഷേ ചില സെഗ്മെൻറ്റുകളിൽ ഓയിൽ പ്രൊഡക്ഷൻ തകർന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പേര് തൽക്കാലത്തേക്കെങ്കിലും റിട്രെഞ്ച് ചെയ്യേണ്ടി വരും, വീട്ടിൽ പോയിക്കോളാൻ പറയും. പെർമനൻറ്റ് ഗോൾഡൻ ഹാൻഡ് ഷേക്ക് ഒന്നും അല്ലായിരിക്കാം, പക്ഷേ തിരിച്ചു വിടാൻ. കുവൈറ്റിലൊക്കെ എങ്ങനെ സംഭവിച്ചില്ല, യുദ്ധം കഴിഞ്ഞതിന് ശേഷം കുവൈത്തിൽ നിന്നും കടന്നുപോയതിനേക്കാൾ കൂടുതൽ ആളുകൾ തിരിച്ചു കുവൈറ്റിലെത്തിയ ഒരു ചരിത്രമല്ലേ. അതുകൊണ്ട് ആത്യന്തികമായി ഭയപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ്. ക്രൂഡ് ഓയിൽ ഈ ലോകത്ത് ഊർജ്ജ ഉപാധിയായി ഉപയോഗിക്കപ്പെടുന്നിടത്തോളം കാലം ഗൾഫ് രാജ്യങ്ങൾക്ക് ഭാവിയുണ്ട്. അപ്പോൾ ആത്യന്തികമായ പ്രശ്നമല്ല, പക്ഷേ താൽക്കാലികമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയുടെ 90 ലക്ഷം പേര്, 1 കോടിയോളം ആളുകൾ ഗൾഫിൽ ജോലി ചെയ്യുന്നു. കേരളീയരായ മലയാളികളായ 35 ലക്ഷം പേരാണ്. അതിനർത്ഥം എന്താ? 3.5 കോടി കേരളീയരുള്ളതിൽ 35 ലക്ഷം പേര് ഗൾഫിലാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 10-1 നേരിട്ട് അവിടെ അല്ലേ, പിന്നെ അവരുടെ കുടുംബാംഗങ്ങൾ. അപ്പോൾ എത്ര പേരാണ് ഇതുമായി ബന്ധപ്പെട്ട്? കേരളത്തിലെ ഏതാണ്ട് എല്ലാവരും നേരിട്ടോ അല്ലാതെയോ ഈ യുദ്ധത്തിൽ പങ്കാളികളാണ്. പങ്കാളികൾ എന്നുള്ള യുദ്ധം ചെയ്യുന്നു എന്ന അർത്ഥത്തിലല്ല, അതിൻ്റെ ഇമ്പാക്റ്റ് നേരിടുന്നവരാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഗൾഫ് മേഖല എങ്ങനെ ചിന്തിക്കുന്നു ഗൾഫ് രാജ്യങ്ങൾ. ഇപ്പോൾ അവർ ഒരുമിച്ച് നിൽക്കുകയാണ്. അമേരിക്കയോട് അവർ പറയുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു, ഇപ്പോൾ അവസാനിപ്പിക്കരുത്, ഇറാന് പരമാവധി പ്രഹരം കൊടുത്തുകൊണ്ട് ഭാവിയിൽ യുദ്ധം ഉണ്ടാകാനുള്ള, ഗൾഫിനെ ആക്രമിക്കാനുള്ള ഇറാൻ്റെ എല്ലാ സന്നാഹങ്ങളെയും തകർത്തു തരണം. അത് തങ്ങളുടെ ആവശ്യമാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് തങ്ങൾക്ക് തിരിച്ചടി നേരിടാൻ കുറച്ചുകൂടെ കഴിയും. പക്ഷേ ഇതൊരു ത്രഷ് ഹോൾഡാണ്, ഇതൊരു ഒരു ലിമിറ്റാണ്, ഒരു തരം ക്ഷമയുടെ ഒരു ലിമിറ്റാണ്. അത് തകർന്നു കഴിഞ്ഞാൽ, വൻതോതിൽ എണ്ണപ്പാടങ്ങൾ തകർന്നു കഴിഞ്ഞാൽ അമേരിക്കയോട് ഗൾഫ് രാജ്യങ്ങൾക്ക് പറയേണ്ടി വരില്ലേ, ഇനി മതി, ഇനി നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ സഹായിക്കാൻ നോക്കി, സഹായിക്കാൻ വന്ന് ഉപദ്രവിക്കരുതേ, ഇറാനുമായി തങ്ങൾ ഡീൽ ചെയ്തോളാം, നിങ്ങൾ ആ ഡീലിൻ്റെ ഭാഗമാകേണ്ട കാര്യമില്ല, ഇസ്രയേലിനോട് ഞങ്ങൾ ഡീൽ ചെയ്തോളാം, ഒരു സമാധാന കരാറാണ് ആവശ്യം, ഇസ്രയേൽ തങ്ങളെ ആക്രമിക്കില്ല, തങ്ങൾ ഇസ്രയേലിൻ്റെ താല്പര്യത്തിനെതിരെ അമേരിക്കൻ താവളങ്ങളെ ഇവിടെ പ്രോത്സാഹിപ്പിക്കില്ല, പക്ഷേ മിനിമം തോതിൽ ഡിഫെൻസീവായ താവളങ്ങൾ, അമേരിക്കൻ താവളങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഉട്ടോപ്പിയ എന്നൊരു കാര്യമൊന്നും എൻ്റെ മനസ്സിലില്ല കേട്ടോ. അതായത് ആ അമേരിക്കൻ താവളങ്ങളെല്ലാം തന്നെ അടച്ച് പൂട്ടി അങ്ങ് പോകുമെന്നൊന്നും ചിന്തിക്കാനാവില്ല. പക്ഷേ അതൊരു ഹോക്കിഷ് നിലപാടിൽ ഇറാന് കൂടി സ്വീകാര്യമാകുന്ന ഫോർമുലയിൽ എത്തി നിൽക്കണം. അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ മാറി ചിന്തിക്കാനാണ്. തൽക്കാലത്തേക്ക് അമേരിക്കയോടൊപ്പം തന്നെയാണ്, അമേരിക്കയോട് ചേർന്ന് തന്നെയാണ്, അമേരിക്കൻ പക്ഷപാതികളാണ്, അതവരുടെ നിലനിൽപ്പിൻ്റെ ഇപ്പോൾ ആവശ്യമാണ്. പക്ഷേ നാളുകളിൽ ആത്യന്തിക സമാധാനമാണ് വേണ്ടതെങ്കിൽ അമേരിക്കൻ പക്ഷപാതിത്വം പൂർണ്ണമായി ഉപേക്ഷിച്ചില്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള അമേരിക്കൻ താവളങ്ങൾ ഭാവിയിലും ഉയർത്തുന്ന വെല്ലുവിളികൾ അത് നേരിടാൻ ഒരു സംവിധാനം ഉണ്ടാവണം. ആ രീതിയിലുള്ള ചിന്തകളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളത്. ആകെ ഉള്ളത് ഇത്രയാണ് എനർജി. ഇറാൻ്റെയും ഗൾഫ് രാജ്യം GCC, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖ്, അതുപോലെ ഇതെല്ലാം എണ്ണ സമ്പന്നമായ രാജ്യങ്ങളാണ്. UAE, ഈ രാജ്യങ്ങൾക്കെല്ലാം അവരുടെ ഏറ്റവും പ്രധാന വിഭവമായ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് വിൽക്കാൻ കഴിയണം. അവിടുത്തെ ഇക്കോണമിക്ക് വളരാൻ കഴിയണം. അതിന് വേണ്ട വളത്തിൻ്റെ പേരാണ് സമാധാനം. ആ സമാധാനം ഇറാനും ആഗ്രഹിക്കും. പെർമനൻ്റ്ലി യുദ്ധത്തിൽ ഏർപ്പെടാൻ ഇറാനും ആഗ്രഹിക്കില്ല.
ഇസ്രായേലിനൊന്നും ബാധകമല്ല. കാരണം ഇസ്രായേലിന് അത്തരം വിഭവങ്ങളല്ല ഉള്ളത്. ഇസ്രായേലിനുള്ള ടെക്നോളജിയും തന്ത്രപരമായ മികവും മറ്റു ചില കാര്യങ്ങളുമാണ്. അതുകൊണ്ട് സാധ്യമായ സമാധാന മാർഗങ്ങളിലേക്ക് ഇറാൻ കടന്നു വരും, ഗൾഫ് രാജ്യങ്ങളും കടന്നു വരും. അമേരിക്കയോ ഇസ്രായേലോ ആ ഒരു പ്രക്രിയയെ അട്ടിമറിക്കാതിരിക്കാൻ ശ്രമിക്കുന്നിടത്തോളം കാലം ഗൾഫ് രാജ്യങ്ങൾ ആത്യന്തികമായി ഇറാനുമായി സന്ധി ചെയ്തുകൊണ്ട് ഒരുപക്ഷെ പരിഹാരങ്ങളുണ്ടാവും. ഇറാൻ ഒരുപക്ഷെ പണം കൊടുത്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനാവില്ല. പക്ഷേ ഇറാൻ റീബിൽഡ് ചെയ്യപ്പെടണം, ഗൾഫ് രാജ്യങ്ങളിൽ നഷ്ടപ്പെട്ട ആസ്തികൾ റീബിൽഡ് ചെയ്യപ്പെടണം, അവിടെ വലിയ ഇക്കണോമിക് ഹബ്ബായി വളരണം. അതിനൊരിക്കലും യുദ്ധം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രത്യേക സൈനിക സാമ്പത്തിക താല്പര്യങ്ങൾ അതിന് വിഘാതമാകുന്നുവെങ്കിൽ അവരുമായി നല്ല ഭാഷയിൽ തന്നെ സ്നേഹപൂർവ്വം തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. ലുക്ക്, വി ക്യാൻ മാനേജ് our affairs. We are old enough, we are mature enough to manage on our own എന്ന് പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.